ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ വീണ്ടും കെ.സി. വേണുഗോപാൽ എത്തുമെന്ന സൂചന ലഭിക്കുകയാണ്. കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ വേണമെന്ന സാമാന്യം ജനത്തിൻ്റെ പൊതുവികാരം അത് കണക്കിലെടുത്താണ് കോൺഗ്രസും ഒപ്പം കെ.സി. വേണുഗോപാലും അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുമെന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. സാമാന്യം ബുദ്ധിയുള്ളവർക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാകും, ഒരു നാടിൻ്റെ വികസന നായകൻ ആ മണ്ഡലത്തിൽ നിന്നും സംഘടനാ ചുമതലയുടെ ഭാഗമായി മാറി നിൽക്കുകയും ആ സമയം മറ്റൊരു പാർട്ടിയുടെ പ്രതിനിധിയെ MP സ്ഥാനം ഏൽപ്പിക്കുകയും ചെയ്തിട്ട് 5 വർഷം കഴിയുമ്പോൾ തങ്ങൾക്ക് പഴയ MP-യെ തന്നെ വേണമെന്ന് ജനങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഊഹിക്കാവുന്നതേ ഉള്ളൂ. പഴയ MP ചെയ്തതിൻ്റെ 7 അയലത്ത് പോലും എത്തില്ലെന്നും മാറ്റം ആവശ്യമാണെന്നും ജനങ്ങൾ ഉറപ്പിച്ച ആ മണ്ണിലേക്ക് അങ്ങനെ വീണ്ടും കെ.സി. എത്തുമെന്ന അഭ്യൂഹം പരന്നിരിക്കുകയാണ്. സംഘടനാ കാര്യങ്ങളുടെ ചുമതലയാണെന്നും ഞാൻ മത്സരിക്കാനില്ലെന്നും കഴിഞ്ഞ തവണ ആദ്യം തന്നെ വ്യക്തമാക്കിയ കെ.സി. വേണുഗോപാൽ പാർട്ടി പറഞ്ഞാൽ എവിടെയും മത്സരിക്കുമെന്ന മാറ്റത്തിലേക്ക് എത്തിയതും അതിൻ്റെ സൂചന തന്നെയാണ്. ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ ആണ് ഏറെ ഇഷ്ടമെന്നും ഇക്കുറി കേരളത്തിൽ 20 സീറ്റിലും വിജയം ഉറപ്പാക്കുമെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞത് ആലപ്പുഴയിലേക്കുള്ള വണ്ടി കയറുന്നതിൻ്റെ ആദ്യപടിയാണ്. താൻ അടിസ്ഥാനപരമായി കോൺഗ്രസിൻ്റെ സന്നദ്ധപടനാണെന്നും പാർട്ടി എന്താണോ തന്നിൽ ആവശ്യപ്പെടുന്നത് അതനുസരിക്കുകയെന്നതാണ് എൻ്റെ കടമയെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞത് ആലപ്പുഴ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ്. പാർട്ടി എന്ത് തീരുമാനമെടുത്താലും അത് താൻ അനുസരിക്കുമെന്ന് പറയുന്ന വേണുഗോപാൽ തന്നെയാണ് പാർട്ടിയുടെ പ്രധാന അധികാര കേന്ദ്രവും. അതായത് 2019 കിട്ടിയ ഏക തോൽവി ആലപ്പുഴയാണെന്നിരിക്കെ അതും പിടിച്ചെടുത്ത് വേണം ഇത്തവണ 20-ൽ 20 സ്വന്തമാക്കാൻ. ചില MP-മാർക്ക് പരാജയ സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ഒന്നുകൂടി മെച്ചപ്പെടുകയും അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ മാറ്റുകയും ഒക്കെ ചെയ്യുന്നതോടെ സിറ്റിംഗ് സീറ്റുകൾ നേടാനാകുമെന്നാണ് UDF-ൻ്റെ ആത്മവിശ്വാസം. അതുമാത്രമല്ല, തകർന്ന് തരിപ്പണമായി നാണം കെട്ട് നാശകോശമായി കിടക്കുന്ന പിണറായി വിജയൻ സർക്കാർ എല്ലാ UDF-കാരെയും ജയിപ്പിക്കാനും ഇത്തവണ സാധ്യതയുണ്ട്. അങ്ങനെ UDF-കാരെ മുഴുവൻ ജയിപ്പിക്കുമ്പോൾ കൈവിട്ടുപോയ സീറ്റും പിടിച്ചെടുക്കാൻ ഒരാൾ വേണ്ടേ? അതിനേറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി അത് കെ.സി. വേണുഗോപാൽ തന്നെയാണ്. ആധുനിക ആലപ്പുഴയുടെ ശില്പി എന്നറിയപ്പെടുന്ന കെ.സിയെ അവർ തിരിച്ചു വിളിക്കുകയാണ്. പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ കർഷക ആത്മഹത്യയുടെ പശ്ചാത്തലത്തിൽ കൂടിയാകുമ്പോൾ അതിനേറെ പ്രാധാന്യമുണ്ട്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആലപ്പുഴയിൽ നിന്നുള്ള പ്രമുഖ നേതാക്കളായ രമേശ് ചെന്നിത്തലയും കൊടിക്കുന്നിൽ സുരേഷുമൊക്കെ വേണുഗോപാലിനോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടത്. അതിൻ്റെ ഒരു വിലയിരുത്തൽ നടത്തിയതിന് ശേഷമാണിപ്പോൾ കെ.സി. വേണുഗോപാൽ നടത്തിയ പ്രതികരണമെന്നും വ്യക്തമാകുന്നു. അങ്ങനെയാണ് 19 നിലനിർത്തുകയും ആലപ്പുഴ പിടിച്ചെടുത്ത് UDF 20-ൽ 20 ആക്കുമെന്നും ഉറപ്പു പറഞ്ഞിരിക്കുന്നത്.